ഒരു വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അവിടെ ബോംബിടുന്നു. അപ്പൊ കേരളത്തിൽ ഒരു കുഞ്ഞു ബോംബ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അത്രയാണ്. അത് ചിരി ബോംബ്. ഈ പടത്തിനെ കുറിച്ച് ഇപ്പൊ മാർക്കറ്റ് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഇല്ലെങ്കിൽ പോലും സാധാരണ വല്ലപ്പോഴും സിനിമ ഇതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എല്ലാരും സിനിമയെ കാണുമ്പോ ഞങ്ങള് ഒന്നിച്ചുണ്ടാവുമെങ്കിലും പക്ഷെ അഭിനയ സമയത്ത് ഒന്നോ കോമ്പറ്റീഷൻ ഉള്ളൂ. അതെ, പല ഗ്യാങ്ങാണ്. പല ഗ്യാങ്. ആടിന്റെ പ്രത്യേകത എത്ര ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് അറിയോ. മറ്റേ സിനിമയിലൊക്കെ മെയിൻ ആയിട്ട് 2 ആർട്ടിസ്റ്റുകളൊക്കെ കാണുള്ളൂ. ഇതിനകത്ത് എല്ലാരും പിന്നെ ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യണവരും എല്ലാരും വേണം. ഇതിന്റെ ഏറ്റവും വലുത് ജനങ്ങളെക്കാളും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കാര്യം നമുക്ക് അവിടെ ഇവിടെയൊക്കെ അറിയാം ഈ പടത്തിന്റെ. ഇതിന്റെ ഫുൾ ഇത് കാണാനായിട്ട് ഞങ്ങളെ ആകാംക്ഷ. മലയാളം കോമഡി കൾട്ട് മൂവി എന്ന് പറയുമ്പോഴേക്കും ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നതാണ് ആട് ഒരു ഭീകരജീവിയാണ്. വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ആട് 3 എത്തിച്ചേരുകയാണ്. എന്റെ കൂടെ ഉള്ളത് ആട് 3-ലെ 3 ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള 3 വ്യക്തികളാണ്. സുധീകോപ്പ, നോബി മാർക്കോസ്, നെൽസൺ സുവർനാട്. അവൻ എന്റെ പേര് തെറ്റിച്ചു. അവന്റെ പേര് ചോദിച്ചു. എപ്പോ നോബി മാർക്കോസ്, ആന്റണി അൽറെൻഡെ സിൽവ. ആന്റണി കഴിഞ്ഞാ പിന്നെ അരവിന്ദ് പപ്പൂസ്, മിർച്ചി പപ്പൂസ്. ഭയങ്കര സിമ്പിൾ അല്ലേ? ആള് ചോദിക്കും പേര് വെച്ചിട്ട് പപ്പു ഒന്നാക്കി പപ്പൂസ്. ഓക്കെ, അപ്പൊ ആട് 1-ല് ആദ്യമേ അപ്പൊ ആട് 1-ല് ഒരാടിന് പുറകെയായിരുന്നു. ആട് 2-ല് ട്രോഫിക്ക് വേണ്ടിട്ടായിരുന്നു. ആട് 3-ല് ഒരാടിന് വേണ്ടിട്ട് ആട് നീലക്കുറിഞ്ഞി. ഓക്കെ, സോറി, നീലക്കൊടുവേലി. നീലക്കൊടുവേലി വെച്ചാൽ എന്തെന്നറിയോ? കമ്മട്ടം. മോനെ 2-ല് കമ്മട്ടത്തിന്റെ പറയാം. 2-ല് ട്രോഫി കണ്ട പടം വേറെ എന്താ? നീ ഇന്റർവ്യൂ വന്ന ആർക്ക് വേൾഡ് കപ്പാണ് കണ്ടത്. ട്രോഫിക്ക് അത് മെസ്സി അടിച്ചു. അത് സംഭവം മറ്റേ ഇത് കണ്ടല്ലോ. അതിനകത്ത് ധർമ്മന്റെ ഡ്രസ് ഇല്ലേ ഇന്ത്യൻ ടീമിന്റെ? അതാണ് അല്ല അവർക്ക് ട്രോഫി കിട്ടില്ല. അല്ല 2-ലാണ് ഞാൻ പറഞ്ഞ നിനക്ക് പറ്റിയ ഞാൻ പറഞ്ഞുതരാം. 2-ല് അവർക്കൊരു വണ്ണം വരച്ചൊരു ട്രോഫി കിട്ടുന്നുണ്ട്. അത് അവർ അടിച്ചോണ്ട് പോകുന്നില്ലേ? അപ്പൊ അതിന്റെ പുറകെ പോയിട്ട് അവർ ആ ട്രോഫി മേടിക്കുന്നില്ലേ? അപ്പൊ അതാണ് അവൻ മെയിനായിട്ട് കണ്ടത്. അപ്പൊ ഈ കമ്മട്ടത്തിന്റെ കാര്യം മെയിനായിട്ടുള്ള സാധനം വിട്ട് അവന്റെ മനസ്സിൽ ട്രോഫി മാത്രമേ നിൽക്കുന്നുള്ളൂ. അതാണോടാ? ആട് 3-ലപ്പോ എന്താണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഇപ്പൊ എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്തിനാണ്? നമ്മുടെ ഇവിടെ ഒരു വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അവിടെ ബോംബിടുന്നു. അപ്പൊ കേരളത്തിൽ ഒരു കുഞ്ഞു ബോംബ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അത്രയാണ്. അത് ചിരി ബോംബ്. പ്രതീക്ഷിക്കുന്നതാണ്. പ്രതീക്ഷിക്കണം. 2015 മുതൽ ഈ മൂവി ഇങ്ങനെ 2026 എത്തി വെക്കുകയാണ്. അപ്പൊ ആ ഒരു ടൈമില് സെയിം ക്യാരക്ടറിൽ നിന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളായിട്ട് നിന്ന് പോയിക്കൊണ്ടിരിക്കുക. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടോ? പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരിക്കണം ഇപ്പൊ. സംഭവം എനിക്ക് പോലീസ് സെക്കൻഡില്, ഞാൻ ഫസ്റ്റ് ഇല്ലായിരുന്നു. സെക്കൻഡില് നമുക്ക് അത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നമുക്ക് വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല. സത്യം പറയാം, എന്റെ വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല. നിതിന്മാരായിട്ട് നല്ല രീതിയിൽ എഴുതും. നമുക്ക് അത് പറഞ്ഞാൽ മതി. പിന്നെ കയ്യിൽ എന്തെങ്കിലും ഇടണമെങ്കിൽ അദ്ദേഹം പറയും. അത് നല്ലതാണെങ്കിൽ പുള്ളി സ്വീകരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ പിന്നെ നമുക്ക് ബാക്കിയുള്ള സിനിമ അഭിനയിക്കുന്ന പോലെ തന്നെ ഇതും അത് പ്രത്യേകിച്ച് നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടി വരത്തില്ല. കഥയൊക്കെ നല്ല ഭംഗിയായിട്ട് എങ്ങനെ ചെയ്യണം, എങ്ങനെ പോകണം എന്നുള്ളതെല്ലാം ഇതിനറിയാം. അപ്പൊ പിന്നെ അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പിന്നുള്ള കാര്യം എന്ന് പറയും, ഞങ്ങൾക്കിനിപ്പോ പടങ്ങൾ കുറവാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് അറിയാം ഒരു സാധനം ഉണ്ട്. 1 വർഷം 2 വർഷം കഴിയുമ്പോൾ ആ ഒരു ആത്മവിശ്വാസം ആടുകൊണ്ട് ഞങ്ങൾക്ക് വളരെ നിരാശപ്പെട്ടു വരില്ല.
പടം ഇല്ലേ ഉണ്ട് ഇപ്പൊ അടുത്ത വർഷം തുടങ്ങുള്ളൂ ആട് തുടങ്ങും ആട് ഫോറിലായുള്ളൂ ആർട്ട് ആർട്ടിസ്റ്റ്. ഓക്കെ. അപ്പൊ ആട് ഇത്തിരി വേറൊരു സ്കെയിലാണ് ശരിക്കും. ട്രെയിലർ കണ്ടപ്പോ വല്ലാത്തൊരു വ്യത്യാസമുണ്ട്. 1 and 2 പോലെ അല്ല, വല്ലാത്തൊരു ചേഞ്ച് ആ 3 അപ്പോ ആട് 3 എന്താണ് ചേഞ്ച്, പ്രത്യേകിച്ച് മെയിൻ ആയിട്ട് ഉള്ള ചേഞ്ച് എന്താണ്? ചേഞ്ച് പിന്നെ ക്യാമറമാൻ മാറി. അല്ല ഇത്തിരി പറഞ്ഞോട്ട് ഇത്തിരി ടെക്നിക്കലി വേറൊരു കുറച്ച് ബഡ്ജറ്റിൽ കൂടിയ പടമാണ് ആട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു പുതിയൊരു യങ്ങുണ്ട് പടത്തില്. പിന്നെ ഇല്ല ഒരു ചെറിയ കാലഘട്ടം വ്യത്യാസങ്ങളും ഒക്കെ ഉള്ളത് പാസ്റ്റ് നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരുപാട് വ്യത്യാസം, പക്ഷെ സംസാരത്തിലൊക്കെ വ്യത്യാസം പറയും. നമ്മളെ ട്രെയിലർ കണ്ടത് പോലെ ഒരു ഒട്ടും സീരിയസ് ഉള്ള പരിപാടിയൊന്നും ഇല്ല. എനിക്കൊരു ഡയലോഗിൽ വിനായകൻ പറയുന്നുണ്ട്, മറ്റേ തറങ്ങുന്നതായിട്ട് മതി അത് മതി ഇത് അങ്ങനെ പറയാം. അപ്പൊ അവിടെ പോലെ പിന്നെ ഒരു ഫണ്ണിയാ ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഒരു ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തുള്ള സ്കെയിൽ നടക്കുന്ന ഒരു മൂവീസ് ഒക്കെ ഫണ്ണിയുടെ മതിയും കണ്ടിട്ടുള്ള മലയാളത്തിൽ. ഇത് അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് വെക്കാൻ പറ്റുമോ? അല്ല ഇതിന് ഓൾറെഡി ആൾക്കാർക്ക് ഒരു നമ്മൾ എല്ലാ മാസവും ഒരു ബുക്ക് പോലെ തന്നെ ബോവനും മോളി അത് നമ്മൾ അല്ല ഓരോ വീക്കിൽ വരുമ്പോഴും അല്ലെങ്കിൽ നമുക്കറിയാലോ ആ ക്യാരക്ടർ ഇങ്ങനെയാന്നൊക്കെ അറിയാലോ. ആദ്യത്തെ ഒരു ഇത് മാത്രമേ എന്താ ഇവരൊക്കെ ഇങ്ങനെയെന്നൊക്കെ ഫസ്റ്റ് അതാണ് ആ ഫസ്റ്റ് മനസ്സിലുണ്ട് എന്തൊക്കെയാന്നൊക്കെ അറിയാം, ആൾക്കാർക്കറിയാം. പിന്നെ ഇതൊരു മലയാളികളുടെ സിനിമയാണെന്നാ എല്ലാവർക്കും ഇതിന്റെ റിലീസിംഗ് ഡേറ്റ് വരെ അപ്ഡേറ്റ് അറിയാം. ഈ പടത്തിനെ കുറിച്ച് ഇപ്പൊ മാർക്കറ്റ് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഇല്ലെങ്കിൽ പോലും സാധാരണ വല്ലപ്പോഴും സിനിമ ഇതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അത് ഭയങ്കര പ്രതീക്ഷയാണ് ആൾക്കാർ. ആട് എങ്ങനെയെങ്കിലും ഇറങ്ങിയാൽ മതി എന്നുള്ള അങ്ങനെ ഇതുണ്ട്. കാരണം ആൾക്കാർ ആത്തിരിപ്പം സംഭവം ഉണ്ടല്ലോ. ഇത് ട്രെയിനിൽ വന്ന പയ്യന്മാര് ഡേറ്റ് അഞ്ഞോട് പറഞ്ഞു. അതെ ഞാൻ എന്റെ ചേട്ടൻ ഇതുപോലെ 19 തീയതി റിലീസ് ഇങ്ങോട്ട് ചോദിച്ചാ. കാര്യം വേറെ എത്രയോ പടങ്ങളെ കുറിച്ച് അഭിനയിച്ചിട്ടുണ്ട്, ഇവരെ ചോദിച്ചിട്ടൊന്നുമില്ല. ഒരാള് എന്റെ അടുത്ത് പറയാണ് 19 തീയതി റിലീസ് അല്ലേ 18 തീയതി ആട് 2 കാണണമെന്ന്. അതിന്റെ ഇതിൽ ഓർക്കണല്ല, അതിന്റെ ഇതിൽ പോയി കാണാം. ആ ത്രില്ലില് തമാശല്ല അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇവര് പ്ലാൻ ചെയ്തതാണോ? അതായത് ആട് 3 റിലീസിന് ഒരാഴ്ച മുമ്പ് ആട് 2 എന്ന് ഇറങ്ങണം എന്നൊക്കെ റീ റിലീസ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് എന്താണെന്ന് അറിയില്ല. 2019 ഫസ്റ്റ് അനൗൺസ് ചെയ്യുമ്പോ അങ്ങനെയാണല്ലോ പറഞ്ഞത്. 19 ഇറങ്ങും 3D ആയിട്ട് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ചേഞ്ച് എല്ലാവരും അപ്പോഴുള്ള കാത്തിരിപ്പിലാണ്. പല ആൾക്കാരും കമന്റ് ബോക്സൊക്കെ എഴുതുന്നുണ്ട് 3D ക്കാനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു വെയിറ്റിംഗ് എന്തായാലും ഇപ്പൊ എത്തിച്ചേർന്നിരിക്കാൻ പറയുന്ന അവസ്ഥയിലാണ്. അതേ ദിവസങ്ങളെല്ലാം 19 തീയതി റിലീസ് ആവും. അതെ 19 മാറി 19 ആയി 19 ആണല്ലോ അല്ലെ. ഇപ്പൊ എന്തായാലും ഞാൻ കേട്ടുള്ള കാര്യമാണ് ഈ എന്തായാലും 3 പേര് നല്ലൊരു കോമഡിയൻസ് ആണ്, നല്ലൊരു കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങളുണ്ടാകുമ്പോൾ ലൊക്കേഷൻ കുറച്ചുകൂടി ഫണ്ണി ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഒരു കുറെ പ്രാങ്കുകളൊക്കെ കണ്ടിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തുള്ള അതിൽ ഏറ്റവും ഓർക്കുന്ന കാര്യം ഞങ്ങള് ഈ സിനിമയില് എല്ലാരും സിനിമയെ കാണുമ്പോ ഞങ്ങള് ഒന്നിച്ചുണ്ടാവുകയും പക്ഷെ അഭിനയ സമയത്ത് 1-2 കോമ്പിനേഷൻ ഉള്ളൂ. അതെ പല ഗ്യാങ്ങാണ്. അവരെ നമ്മളൊരുമിച്ച് ഒരു സീനില് പാലത്തല്ല പാലം പിന്നെ കൊട്ടാരത്തിനും പാലത്തിനും നമ്മളതുപോലെ അങ്ങനെ തന്നെ ഇടയ്ക്കേ കാണുള്ളൂ. അപ്പൊ ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഏറ്റവും അത് തന്നെ ഒരു 3 ആണെങ്കിലും 1, 2, 3 ഏതിലാണ്? ഞങ്ങൾ യാത്ര ചെയ്ത് ഞങ്ങള് തമിഴ്നാട്ടിൽ പോയി ഈ പടത്തിനകത്ത്. അതൊക്കെ അത് പടം ശരിക്കും റിലീസായിട്ട് പറഞ്ഞ കഥകൾ. അതൊക്കെ ഞങ്ങക്ക് ഭക്ഷണം മേടിച്ചെന്ന് വിനായകൻ ബോർഡർ ചിക്കൻ അവിടുത്തെ ഒരു ഹോട്ടലിരുന്ന് തെങ്കാശിയില്ലേ. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് പുള്ളിയായിട്ട് അവിടെ ഒരു ഭയങ്കര വിജനമായി 25,000 ഏക്കർ കണ്ടായിരുന്നു പടം കാണുമ്പോ അറിയാം. ആ മണ്ണ് ഒരു 10 കിലോമീറ്റർ ചുറ്റുപാട് നമ്മുടെ മുളക് പൊടിയില്ലേ ആ കളറാ മണ്ണിന് മണല്ലേ. നമുക്ക് തോന്നുന്നു സെറ്റിട്ടപ്പോ കൊണ്ട് അത് വൈഡായിട്ട് കാണിക്കുന്നുണ്ട്. മൊത്തം ആ മണ്ണ് ആ കളർ തന്നെ. അങ്ങനെ ആട് 1 ആണോ 2 ആണോ 3 ആണോ കൂടുതൽ മെമ്മറബിൾ? ഇനി എന്തായാലും ഞങ്ങൾക്ക് അല്ല വേറെ സംഭവം എല്ലാ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആലോചിച്ചോണം. കാര്യം ആടിന്റെ പ്രത്യേകത എത്ര ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് അറിയോ? മറ്റേ സിനിമയിലൊക്കെ മെയിനായിട്ട് 2 ആർട്ടിസ്റ്റുകളൊക്കെ കാണുള്ളൂ. ഇതിനകത്ത് എല്ലാവരും
പിന്നെ ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യണവരും എല്ലാരും വേണം. ഏരിയ ലീഡ് ചെയ്ത ആൾക്കാരാ, ആ അവരുടെ ഏരിയ ലീഡ് ചെയ്ത. അല്ല, ഞാൻ പറഞ്ഞുതരാൻ പറഞ്ഞത് ആട് 1 ഇറങ്ങിയപ്പോ ഉള്ള ആൾക്കാർ അവരുടെ പൊസിഷൻ അല്ല ഇപ്പൊ ആട് 3 അവരെല്ലാം ഇപ്പൊ ഇദ്ദേഹം വരെ നായകനായിട്ട് അഭിനയിച്ചു. അന്ന് ആട് 1 അഭിനയിക്കാൻ പറ്റുമ്പോൾ വലിയ കൊച്ചാർട്ടിസ്റ്റാണ്, സത്യമില്ലേ? പക്ഷെ ഇപ്പം ഒരു നായകനായിട്ട് വരെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും നോബി അതുപോലെ തന്നെ. അപ്പൊ എല്ലാവർക്കും തുല്യ പ്രാധാന്യം വേണം. അവരുടെ അത് വില താഴാനും പാടില്ല, അവർക്കെല്ലാം പ്രാധാന്യം വേണം. അപ്പൊ അതനുസരിച്ചൊക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ തല ഒന്ന് വർക്ക് ചെയ്യുന്ന മനുഷ്യനെ പറ്റി. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഫേസ് മാറ്റുന്നുണ്ട്, എല്ലാവരുടെയും സ്ട്രക്ചർ എല്ലാം മാറിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പണിയെടുത്ത ആർക്ക് വേണ്ടിയുടെ മേക്കപ്പിലായാലും ക്യാരക്ടറിലേക്ക് തിരിച്ചുകൊണ്ടാൽ പണിയെടുത്താറില്ലായിരിക്കും. അല്ല, നീ പടന്നു ഇതിന്റെ പോസ്റ്റർ ഉണ്ടല്ലോ, മേക്ക് ഓവർ ആണ്. എല്ലാവർക്കും ഭയങ്കര ചേഞ്ച് ആണ്. ഡിഫറെന്റ് ആ, എല്ലാരും ഭയങ്കര ചേഞ്ച് ആണ്. കാര്യം ഇതിന്റെ ഏറ്റവും വലുത് ജനങ്ങളെക്കാളും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കാര്യം നമുക്ക് അവിടെ എവിടെയൊക്കെ അറിയാം ഈ പടത്തിന്റെ ഇതിന്റെ ഫുൾ ഇത് കാണാനായിട്ട് ഞങ്ങള് ആകാംക്ഷ. ഇപ്പോഴും നമുക്കൊരു നിശ്ചയമില്ല. അതെ, ഞാൻ ഡബ് ചെയ്യുമ്പോൾ ഇവരുടെ സീനും കാണുന്നത്, അതായത് നമ്മള് പ്രോപ്പറായിട്ട് ഞങ്ങളില്ലല്ലോ, അതാ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ പക്ഷെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ സീൻ നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പൊ ഞങ്ങളല്ല കോമ്പിനേഷൻ നമ്മളുണ്ട്, അതൊക്കെ നമുക്കറിയാം, നമ്മൾ കോമ്പിനേഷൻ. പക്ഷെ ചില സീനുകളും നമുക്ക് അറിയാത്ത കുറെ സീനൊക്കെ ഉണ്ട്. സന്നുവേലിന്റെ ഒക്കെ കണ്ടപ്പോഴാണ് നമുക്ക് എനിക്കൊരു ബന്ധമില്ല. അപ്പൊ അതൊക്കെ എങ്ങനെയാ എവിടെ ചേർക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അത് കണ്ടപ്പോ എനിക്ക് ചിരി വന്നു. ഇവരുടെ കുറെ ഉണ്ട്. അതുപോലെ സർവത്ത് ഷമീറും ഇവരുടെ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ അത് കാണുമ്പോ നമുക്ക് ചിരി വരും. നമ്മള് അത് നോടി പോലെ നമുക്ക് കാണാൻ കൊള്ളാല്ലോ. ഇത് ആദ്യമായിട്ടാ പറഞ്ഞല്ലോ ഫസ്റ്റ് ചെയ്യുന്ന ചേട്ടൻ ജസ്റ്റ് എൻട്രി ചെയ്യുന്ന സമയത്തായിട്ടും ഫസ്റ്റ് ഫീൽഡിലേക്ക് എൻട്രി ടൈമിലാണ്. അപ്പൊ ഒരു വർഷം ലൊക്കേഷനിൽ വെച്ചിട്ട് നമ്മുടെ സട്ടൻ സീവറിന്റെ ചെറുപ്പാൻ ചെയ്യുന്ന ഒരു പയ്യൻ വന്നിട്ട് ചേട്ടൻ പ്രാങ്ക് ചെയ്തായിരുന്നു. ചേട്ടൻ ഓർമ്മയുണ്ടോ? അപ്പൊ നീ ആടിന്റെ ഒരു ഭാഗമാണ്. ആട് കണ്ണിൽ സത്താൻ ചെറുപ്പാൻ ചെറുപ്പോ അത് ഭയങ്കര സംഭവമല്ലോ. എന്നെ കഞ്ചാവ് സോമനാന്ന് പറഞ്ഞ് പറ്റിച്ചു. ഞാൻ എന്നിട്ട് വിശ്വസിച്ചു. അത് ഉയർച്ചേട്ടനും പറഞ്ഞു കഞ്ചാവ് സോമൻ ഇവിടുത്തെ ആ എസ്റ്റേറ്റ് നോക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. ഏർമാടത്തില് അപ്പം സണ്ണിയുടെ അപ്പന്റെ ആ സീൻ ഓർമ്മട്ടോ? ആട് പട്ടില് മോനായിട്ടിരിക്കുന്ന നീയാണോ സണ്ണിയുടെ? ശരിയാ, നിന്റെ മുമ്പിൽ ഇരിക്കാൻ പാടില്ല. ഞാനത് ഫുൾ ഡേ വിശ്വസിച്ചു ആ കാര്യമാണ്. ലാസ്റ്റിന്റെ എല്ലാം ഷൂട്ട് കഴിഞ്ഞാൽ പറയണേ ക്യാരക്ടർ ആണെന്നുള്ളത്. വന്ന് ചേട്ടൻ വന്ന് ഫേസ് ഫെമിലിയർ അല്ലല്ലോ. ചേട്ടൻ പറഞ്ഞോട്ടോ, പുള്ളി പ്രൊഡ്യൂസർ വരും ഇപ്പൊ ചിലപ്പോ, അപ്പൊ പറയണോന്ന് പറഞ്ഞു. അന്നത്തെ പേയ്മെന്റ് കിട്ടിയ ഇപ്പൊ ചോദിക്കണം ചേട്ടാ 3 ആയില്ലേ എന്റെ, എനിക്ക് എന്തെങ്കിലും നിങ്ങളുടെ ആട് മൂവി ഫുൾ ഗ്യാങ്. ഇപ്പൊ ഷമീർ ടീം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡൂ ടീം ഉണ്ട്, സത്താൻ സീവർ ടീം ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ മെസ്സേജ് കാണാൻ അത് പ്രാവശ്യം തന്നെ ആയിരിക്കും. മെസ്സേജ് അയച്ചേക്കുന്ന ലൊക്കേഷനിൽ എല്ലാവർക്കും. അല്ല ഇതിനും എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞത്. ക്യാമറമാരും നിതിനും പിന്നെ വിജയേട്ടനും ധോണി എല്ലാവർക്കും എല്ലാം മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും മെസ്സേജ് അയക്കാറുണ്ട്. ഏറ്റവും ആക്റ്റീവ്. പാട് ഗ്യാങ് നിങ്ങൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവാണ്. ഗൂഗിൾ മാപ്പ് ഒന്നും കയ്യിലില്ല. വഴി തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ആര്? ഡ്രൈവർ ആയിരിക്കും. അത് ചിലപ്പോ ഞാനായിരിക്കും. ഞാൻ പലരും വഴി തെറ്റിച്ചിട്ടുണ്ട്. സെറ്റിൽ ഏറ്റവും കൂടുതൽ റീടേക്ക് എടുക്കാൻ ചാൻസ് ഉള്ള ആളാണ്. റീടേക്ക് ഒന്നും ആവശ്യമില്ല. എന്താ പോലെ നീ പറഞ്ഞു, ആട് 3 ആയില്ലേ? ഫസ്റ്റില് തെറ്റിച്ചെങ്കിൽ ഇവനെ സെക്കൻഡ് കേൾക്കൂലായിരുന്നു. അണ്ണ ഫസ്റ്റ് തെറ്റിച്ചെങ്കിൽ സെക്കൻഡ് കേട്ടില്ല. ഞാൻ സെക്കൻഡ് തെറ്റിച്ച് എന്നെ തേടി കേട്ടില്ലായിരുന്നു. അതിനകത്ത് ആൾക്കാർ ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞാന്ന് നെൽസനായിരുന്നു. ആ സീക്വൻസ് അത് എന്നെ തല്ലൂല്ലേ സെക്കൻഡ് മടലിനിങ്ങനെ അത് നെൽസൺ പറഞ്ഞപ്പോ ഇതൊക്കെ എന്തെന്ന് പറയണില്ലേ,
ഇവനെ അടിച്ച് ചതച്ചിട്ട് നിനക്ക് പറ്റിയോ ഇതൊക്കെ എന്ത് യവനല്ലേ ഇതൊന്നും അപ്പൊ ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റ് ഫോളോ ചെയ്താണോ നോക്കാറില്ല, ഇംപ്രൂവൈസ് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കാറുണ്ട്? ഇംപ്രൂവൈസ് ചെയ്യാൻ വേണ്ടി നോക്കും. പിന്നെ ഡയറക്ടർ ഇതാണ് കൊള്ളാൻ മാത്രം എടുക്കുള്ളൂ, അല്ലെങ്കിൽ അപ്പം തൂക്കും. അതൊക്കെ ഉണ്ട്. അത് നമ്മളെ ഒരു ഫുൾ സീൻ തൂക്കിയല്ലോ, ഒരു സാധനം. അതാണ് സ്ക്രിപ്റ്റ് വായിച്ചപ്പോ ഏറ്റവും കൂടുതൽ ചിരിച്ച സീക്വൻസ്. ആ സീനേ ഇല്ല പടത്തിന്, ആവശ്യമില്ല. എഴുതിയപ്പോ എഴുതി, നല്ല സീനായിരുന്നു അത്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഓരോരുത്തർ പറയുമ്പോ പേടിച്ചാ പറയുന്നത് ഇതിന്റെ അടുത്ത് ഇതിന് നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഇതോട് ചേർത്താലോ. അല്ലെ നീ അടുത്തേക്ക് നോക്കി ചിരിച്ചിട്ടല്ലോ ഇത് കേട്ടിട്ട്. അല്ല വേറെ മിഥുന്റെ അടുത്ത്, മിഥുൻ ഇത്രയും കോമഡി ഡയറക്ട് ചെയ്യുന്ന ഡയറക്ടറാണ്. ജോഷി സാറിന്റെ അടുത്ത് ഒരു കോമഡി പറഞ്ഞാൽ പുള്ളി ചെറുതായിട്ട് ഇങ്ങനെ ചിരിക്കും, മിഥുൻ ചിരിക്കത്തില്ല. പക്ഷേ ഞാൻ 3 കൗണ്ടറുമാണ്, 3 സാധനം, 3 സീനായിട്ടുള്ള 3 മെയിൻ ആയിട്ടുള്ളതാണ്. അത് 3 എടുത്തു. മറ്റേ കളിച്ചില്ലേ മറ്റേ ഒരെണ്ണം വലിച്ച് ഇത് സ്പായ്പ് എന്ന് പറയുമ്പോ ഞാൻ പറയാം അവിടെ തേക്കാനുള്ള എണ്ണ നമ്മൾ കൊണ്ടുപോകണോ അത് അവിടെ കിട്ടുമെന്ന്. പക്ഷെ നല്ലൊരു ചിരിച്ചനെ. പക്ഷെ അതെന്തോ നടത്താൻ പോലെന്ന് പറയുമ്പോഴേ 3 പേർക്കും ആട് സീരീസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരുന്നു? അത് പുതിയ 3 സീരീസ് 1, 2, 3. പുതിയ 3 പറയണ്ട, 1, 2 പറഞ്ഞാൽ 3 പറഞ്ഞ പറഞ്ഞാൽ നമുക്കൊരു ഒന്നും പറയണ്ടല്ലോ. നമ്മുടെ സീന് ഇപ്പൊ സിനിമയിൽ എപ്പോഴും നമ്മളെ കാണുന്നതിൽ ഇഷ്ടം മറ്റുള്ളവരുടെ ഇത് കാണുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ സിനിമ കാണാൻ നമുക്ക് വലിയ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എന്റെ കാര്യം പറയാം, നമ്മുടെ ശബ്ദം നമ്മളെ കണ്ടോണ്ടിരിക്കുമ്പോ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. നമുക്ക് എത്ര കണ്ടാലും നമുക്ക് പോരായ്മ മാത്രമേ തോന്നുള്ളൂ. അതങ്ങനെ സിനിമ എനിക്ക് തോന്നിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടൊന്നും തോന്നില്ല, കൊള്ളാം ആ പരിപാടി തോന്നിയിട്ടില്ല. അല്ല അവൻ ചോദിച്ച സീൻ ഏത് സീനാണ് ഇഷ്ടപ്പെട്ടത്? എനിക്ക് അത് അതിനകത്ത് തന്നെ ഒന്നിൽ കൊറേ ഇതുണ്ട്, കൊറേ ഉണ്ട് ഒന്നില്. ഡ്യൂഡിന്റെ ഇവരുടെ ഏത് സീൻ നമുക്ക് അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാം അല്ല അത് എന്റെ അല്ലെ എനിക്ക് ഓരോ സീക്വൻസ് അതല്ലേ എല്ലാം ഭംഗിയുള്ള മുത്താണെങ്കിലല്ലേ മാലയ്ക്ക് അതിന്റെ ഇടയ്ക്ക് ഒന്നും ചണിയിരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും അത് വേണ്ടെന്ന അത്രയും നല്ലത് മാത്രമേ എടുത്തുള്ളൂ. അതുപോലെ ഏതാണെന്ന് മോശം പറയുന്നു. ഭയങ്കര ഉദാഹരണം ആ ബാലയിലെ മുത്ത് അല്ല അല്ല സത്യം കണ്ണ് പറഞ്ഞു കറക്റ്റാ പറഞ്ഞത് അപ്പന് മനസ്സിലായ കാര്യങ്ങള്. അതല്ലേ ഒരു എഡിറ്റർ ജോലി, അത് കൊള്ളൂല്ലോ, അത് വേണം. ഓക്കെ, അപ്പൊ ആൾക്കാർ പ്രശ്നത്തിലേക്ക് എത്താൻ പോവാണ്. എന്താണ് അവരോട് പറയാനുള്ളത്? ആരോടാ ഇതിനെന്തൊക്കെയാ ഈ പ്രേക്ഷകരോട് പറയാന്നല്ല, ഞങ്ങളും പ്രേക്ഷകർ, ഞങ്ങൾ എല്ലാ സിനിമയും തിയേറ്ററിൽ കാണുന്ന ആൾക്കാരാ. ആൾക്കാരെക്കാളും എന്താണ് ഏതാണെന്ന് അറിയാനുള്ളത് മനസ്സിലായില്ലേ? ഞങ്ങളൊപ്പം തന്നെ നിങ്ങൾ തിയേറ്ററിൽ സിനിമ കാണുക അല്ലേ? പിന്നെ നിങ്ങള് ഫ്രണ്ട്സിനോട് പറയുക തിയേറ്ററിൽ കാണുക. ഇതെന്തായാലും ഇപ്പൊ എല്ലാ സിനിമയുടെയും പ്രൊമോഷൻ പറയുന്നുണ്ട്. എല്ലാത്തരം പ്രേക്ഷകർക്കെന്നല്ല, ഇത് കൊച്ചു കുട്ടികൾ മുതൽ ആർക്കും ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയ പടമായിരിക്കും. ഇത് തിയേറ്ററിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ ഉണ്ട്, അതാണ് ആട് 3. അത് നമ്മള് തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഇത്ര ആൾക്കാരുടെ ഇടയിൽ നമ്മൾ കാര്യം നമ്മൾ ചെയ്തു വെച്ച സീനൊക്കെ നമ്മള് ഈ ആളുടെ ഇടയിൽ നിന്ന് ആൾക്കാർ ചിരിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം കിട്ടുമല്ലോ. മ്യൂസിക് ഒക്കെ കേട്ട് നമ്മള് റഫായിട്ടല്ല ഡബിങ്ങിനൊക്കെ ഒരു മ്യൂസിക് ശബ്ദം നമ്മൾ പറഞ്ഞ ശബ്ദം പോലും കാണത്തില്ല. എന്തൊക്കെ അവൻ കട്ട് ചെയ്തിട്ടുണ്ട് ഫൈനലൊന്നും അറിയില്ല. ആകാംക്ഷയുണ്ട്. ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട ഡയലോഗ് ആയിരിക്കും. എന്തൊക്കെ കട്ട് ചെയ്യും. നിർമ്മൽ പാലായിരിക്കും ഇപ്പോഴും പേടിയുണ്ട് അവന്റെ സീൻ കട്ട് ചെയ്യും. ആണല്ലേ അവ അനുഭവസ്ഥനാണ്. അപ്പൊ
എന്തെങ്കിലും ബിഗ് സർപ്രൈസ് ആട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക്? അത് എന്താ വെറുതെ നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ല എന്തെന്നും പറഞ്ഞാൽ ഒന്നാമത്തെ മതി. കാര്യം ആട് എന്താ പറയണ്ട. അല്ല ആട് 1 and 2 ഇറങ്ങിയ കാലഘട്ടമല്ല, കയറിക്കാനുള്ള സാഹചര്യം കുറെ അതെ, അതെ. വെറുതെ വല്ലതും പറഞ്ഞു. അതെ 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 അതെ, വെറുതെ ആ സിനിമ എല്ലാവർക്കും അറിയാവുന്ന ഇഷ്ടമാണ്, കാണും, ഉറപ്പായിട്ട് ആൾക്കാർ പോയി കാണും. ഈ ലോജിക്കൊന്നും കാണുന്നവരൊക്കെ പിന്നെ അത് സിനിമ ഒരു 2.5 മണിക്കൂർ എൻജോയ് ചെയ്തിട്ട് വരിക. അതിനുള്ള സംഭവം ഉണ്ടോ? അത് നമുക്ക് എന്തായാലും അത് ആൾക്കാർക്ക് ചിരിക്കാനുള്ള എല്ലാ ഇതുണ്ടെന്നാണ്. കാലഘട്ടം മാറി, പണ്ടത്തെ പോലെയല്ല. ബോഡി ഷേമിങ് പാടില്ല, അങ്ങനെയൊന്നും പാടില്ല. ഒക്കെ കഴിഞ്ഞാൽ ആൾക്കാർ അളക്കും. പണ്ടത്തെ തമാശകളായിട്ട് വന്നു കഴിഞ്ഞാൽ ആലോചിക്കണം. ഞങ്ങളെ പണ്ടത്തെ പിന്നെ നമ്മുടെ skit ഡയറക്ടർ ഇപ്പൊ യൂട്യൂബിൽ വരുമ്പോഴും മനുഷ്യൻ ആൾക്കാർ നിങ്ങളൊക്കെ- കളഞ്ഞില്ലേടാ. നിങ്ങളൊക്കെ എന്താ ചിന്തിക്കുന്നത്? പുള്ളി നീ ഇപ്പൊ ചിന്തിക്കുന്നത് 1 വർഷത്തിന് മുമ്പേ പുള്ളി ചിന്തിക്കും. അതാണ് പുള്ളിയുടെ. അപ്പൊ അതുകൊണ്ടാണ് ആട് 1 ആദ്യം ആർക്കും ഇഷ്ടപ്പെടാതിരുന്നത്. പക്ഷെ ന്യൂ ജനറേഷൻ വന്നു കഴിഞ്ഞപ്പോ ആ സിനിമ എല്ലാവരും കൈ എടുത്ത്, ആ. എന്നുവെച്ചാൽ അത് നേരത്തെ കണക്കാക്കിയാണ് പുള്ളി അത് ചെയ്തത്. അന്നുള്ളവർ അത് സ്വീകരിച്ചില്ല, മനസ്സിലായോ? പിന്നെ വമ്പൻ ഹിറ്റായിരുന്നു. അതാണ്. എന്തായാലും ഷാജാപ്പന്റെ ഡ്രസ് ആണെങ്കിലും വല്ലാത്തൊരു വിഷയമായിരുന്നു. ഫസ്റ്റ് മറ്റേ ബ്ലാക്കും റെഡും ആയിരുന്നു, പിന്നെ ഇത് മാറി ഇപ്പൊ പക്ഷെ വേറൊരു പുള്ളിയുടെ വൈഫ് തന്നെയാണ്. വൈഫാണ്. അതെ. അപ്പൊ എന്തായാലും വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ് ആണ്. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു മാഡം, താങ്ക് യു. ഓക്കെ പിന്നെ അപ്പൊ അങ്ങനെ നമ്മുടെ ഏറെ നാളത്തെ ശേഷം കാത്തിരുന്ന ആ ഒരു സിനിമ ആട് 3 മാർച്ച് 19 തിയേറ്ററിലേക്ക് എത്താൻ പോവാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നറിയാം, നമ്മളെല്ലാരും വെയിറ്റ് ചെയ്യാണ്, ഇതിലും വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഒരുമിച്ച് പോയിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ആശ്വസിക്കുകയാണ്. എന്തായാലും പോയി കാണാം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, തന്നെ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്.